ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ മക്കളൊക്കെ ഡെയിലി വാട്ടർ ബോട്ടിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അതിലെന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയിട്ട് വേറെ പുതിയത് വാങ്ങുമായിരിക്കും പതിവ്. എന്നാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇതുപോലൊരു പൊട്ടിയ ബലൂൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വാട്ടർ ബോട്ടിൻ്റെ മുകളിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എത്ര ലീക്കേജുള്ള വാട്ടർ ബോട്ടിലാണെങ്കിൽ തുള്ളി പോലും വെള്ളം പുറത്തേക്ക് പോകില്ല. ബാഗിലോ ബുക്കിലോ ഒന്നും ആവില്ല. നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് വെള്ളം പോകുന്ന ഒരു വാട്ടർ ബോട്ടിൽ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും തുള്ളി പോലും വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചുണ്ണാമ്പാണ് കേട്ടോ. പണ്ട് കാലം മുതലേ നമ്മളുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഇത് വെറ്റിലയുടെ കൂടെ കൂട്ടി കഴിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിന് മാത്രമല്ല കേട്ടോ നമ്മൾ ചുണ്ണാമ്പ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിലും തൊണ്ടയുടെ പ്രശ്നങ്ങൾക്കും ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾക്കും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം ചുണ്ണാമ്പ് എടുത്തതിന് ശേഷം തേനിൽ ചാലിച്ച് മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്കൊക്കെ നമ്മളിത് ഭക്ഷണ സാധനങ്ങളൊക്കെ കലർത്തി കൊടുക്കുകയാണെങ്കിൽ വയറ്റിലുള്ള കുട്ടിക്കും ഗർഭിണികൾക്കും കാൽഷ്യത്തിൻ്റെ പ്രോബ്ലം തന്നെ വരില്ല കേട്ടോ. അതുപോലെ തന്നെ വയറുവേദന, വയറിലെ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് പ്രോബ്ലം, ഇറഗുലർ പീരിയഡ്സ്, ചൂട്, ബ്ലീഡിങ് എല്ലാത്തിനും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ചുണ്ണാമ്പ് നമ്മളുടെ കറികളിലൊക്കെ യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടല നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 5-6 മണിക്കൂർ തന്നെ ഞാൻ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കടലക്കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകളും ഉള്ളി, തക്കാളി എല്ലാം ഇതിലേക്കൊന്ന് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു തുണ്ട് ചുണ്ണാമ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. സാധാരണ നമ്മൾ കുതിർത്തെടുത്ത കടലയാണെങ്കിലും നമ്മൾ അടുപ്പിലേക്ക് വെച്ച് വേവിക്കുന്ന സമയത്ത് ഒരു 5 വിസിൽ എന്തായാലും വേണ്ടി വരും. എന്നാൽ നമ്മൾ ഈ ചുണ്ണാമ്പ് ചേർത്തത് കാരണം തന്നെ ഒരു വിസിൽ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് നല്ല എളുപ്പത്തിൽ വെന്ത് കിട്ടും. ചുണ്ണാമ്പും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഒറ്റ വിസിൽ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. എന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. അത്രയ്ക്കും നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ കടല വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിൽ ചുണ്ണാമ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കടലയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മൾ ഗ്യാസൊക്കെ കത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു വിസിൽ തന്നെ നമ്മളെ പണിയും എളുപ്പമാകും, ഗ്യാസും ലാഭിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുറച്ച് കറി ചോറൊക്കെ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇൻഡക്ഷനിലോ ഗ്യാസിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ചൂടായി കിട്ടില്ല. അടിയെ പിടിച്ച് വല്ലാണ്ടങ്ങ് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അപ്പം വെച്ചതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പഴയ ചോറായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു കിടിലൻ ഐഡിയയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാത്രം മുങ്ങിപ്പോകുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ആ ഫ്ലെയിം പോവാതെ തന്നെ അടച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ചോറൊക്കെ ചൂടായി കിട്ടുകയും ചെയ്തു. അപ്പം ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയി കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ ഈ ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കത്തിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഓരോരോ സൈഡിൽ നന്നായിട്ട് കത്തുന്നില്ല. ഇങ്ങനെ ഗ്യാസ് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളുടെ ഗ്യാസൊക്കെ തീരുകയും ചെയ്യും. എല്ലായിടത്തേക്കും ഒരുപോലെ ഫ്ലെയിം വരില്ല. അതുമൂലം തന്നെ കുറേ ഗ്യാസ് നമുക്ക് ചിലവായി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഓരോരോ സ്ഥലത്ത് ബർണറിൽ നന്നായിട്ട് അടപ്പുകൾ വന്നിട്ടുണ്ട്. അതുമൂലമാണ് ഇതുപോലെ കത്തുന്നത്. ആ പ്രശ്നം നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ബർണർ ഇതുപോലെ എടുക്കാൻ നോക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും. അതെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാട് തന്നെ ആയിരിക്കും കേട്ടോ.
അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കാരണം അതൊന്ന് പൊങ്ങി വരും. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഞാനൊരു സിറിഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നീഡിലുള്ള സിറിഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. എന്നിട്ട് ആ സൊല്യൂഷൻ അതിലേക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ ഗ്യാസിൻ്റെ സ്റ്റീൽ ഗാർഡൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ടൈറ്റ് ആയിരിക്കുന്ന ബർണറിൻ്റെ ഈ സൈഡിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബർണറിൻ്റെ ഹോൾസിലുള്ള അടപ്പുകളിലൊക്കെ നമുക്കിതുപോലെ ഈ സൊല്യൂഷൻ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ സൊല്യൂഷൻ ഈ ബർണറിലുള്ള ഹോൾസുകളിലും ഒക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ അടപ്പുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതൊക്കെ തുറന്ന് ഗ്യാസൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ സപ്ലൈ ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബർണർ ടൈറ്റ് ആവുന്ന പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് സമയം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ഊരിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ബർണർ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബർണർ ഞാനൊന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബർണറൊക്കെ ഇതുപോലെ ടൈറ്റ് ആവുകയാണെങ്കിൽ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഹോൾസിലൊക്കെ കുറച്ച് അഴുക്കുണ്ട്. അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്ത സൊല്യൂഷൻ ഈ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഈ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുന്ന സമയത്ത് പോയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളുടെ ബർണറും കൂടെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. നന്നായിട്ട് ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടായാലും തുടച്ചെടുത്താൽ മതിയാവും. എൻ്റെ അടുത്ത് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തു എന്ന് മാത്രം. തുള്ളി പോലും നനവില്ലാതെ നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ രണ്ട് ബർണറും ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഹോൾസുകളൊക്കെ നന്നായിട്ട് തുറന്ന് കിട്ടിയിട്ടുണ്ട്. എവിടെ അടപ്പുകളൊന്നും കാണുന്നില്ല. ഇനി ഞാൻ ഈ ഹോൾസൊക്കെ ഒന്ന് ഈ സൂചി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ മാസത്തിലൊരിക്കൽ ചെയ്യുകയാണെങ്കിൽ യാതൊരു അടപ്പുമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ ഫ്ലെയിം വരികയും ഗ്യാസ് കുറേ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹോൾസിലൂടെയൊക്കെ വെള്ളം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനതൊരു ചിരട്ട വെച്ചിട്ടൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാലിയായിട്ടുള്ളൊരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തപ്പോൾ ഇത്രയും സൊല്യൂഷൻ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലും നന്നായിട്ട് പേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ കഴിഞ്ഞ കാലി കവറാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പേസ്റ്റ് ഉണ്ട്. അപ്പം ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യത്തിനുള്ള പേസ്റ്റ് എനിക്ക് ഇതിൽ നിന്നും തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ആ പേസ്റ്റിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉണങ്ങിയ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും വ്യത്യാസം. നല്ലൊരു തിളക്കം നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിന് കിട്ടിയിട്ടുണ്ട്. യാതൊരു പൈസ ചിലവുമില്ലാതെ നമ്മളുടെ വീട്ടിൽ വലിച്ചെറിയാൻ വെച്ച ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. വില കൂടിയ ലിക്വിഡ് ഒന്നും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ പേസ്റ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ക്ലീനിങ്ങിനൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനിങ്ങിന് മാത്രമല്ല നമുക്ക് സിങ്ക് വാഷ് ബേസൊക്കെ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ക്ലീനിങ് ഐഡിയ ആണ് കേട്ടത്. അപ്പോൾ ഞാൻ സ്റ്റീൽ ഗാർഡും ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബർണർ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. നേരത്തെ നമ്മൾ കത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന അടപ്പുകളൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല അടപ്പുകളൊക്കെ പോയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഫ്ലെയിം കത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഗ്യാസ് ലൈറ്ററും ക്ലീൻ ചെയ്യുന്നത് മൂലം നമുക്ക് ഗ്യാസ് കുറേ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്യാസ് ലൈറ്ററിൽ അത്യാവശ്യം ചെളിയും അതുപോലെ തന്നെ തുരുമ്പും പിടിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ച് നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യമൊക്കെ പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഇത് നമുക്കൊന്ന് കത്തിക്കിട്ടുക. ആ സമയം വരെയും ഗ്യാസ് വെറുതെ പോവായിരിക്കും. നമ്മളെ വീട്ടിലുള്ള ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ കറകളൊക്കെ പോയി തുരുമ്പൊക്കെ പോയി നല്ല പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പേസ്റ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ തുരുമ്പുള്ള ഭാഗത്ത് ചെളിയുള്ള
പുള്ളിയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വെള്ളമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കത്തുമില്ല, തുരുമ്പ് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം തുള്ളി പോലും ഉപയോഗിക്കാതെ ഞാൻ വെറും പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. തുരുമ്പ് നന്നായിട്ടുണ്ടെങ്കിൽ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം കോൾഗേറ്റ് വെച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഇതിൽ കുറച്ച് തുരുമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ പേസ്റ്റ് വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അഴുക്കും തുരുമ്പൊക്കെ പോയി നല്ല പുതുപുത്തൻ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഗ്യാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരേ ടെൻഷനായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ എപ്പോഴാണ് തീരുക എന്ന്. അപ്പോൾ ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കളയുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഡേറ്റ് ഇതുപോലെ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ആ ടെൻഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഗ്യാസ് ചെക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ ആണ്, നന്നായിട്ട് നനഞ്ഞൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഗ്യാസ് ഉള്ള ഭാഗം വരെ ആ നനവ് അതുപോലെ തന്നെ നിൽക്കും. ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അതുമൂലം നമുക്ക് ഗ്യാസ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഭാഗം വരെ ആണ് എൻ്റെ ഇതിൽ ഗ്യാസ് ഉള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.